നമ്മൾ തന്നെ നമ്മുടെ ന്യായാധിപരായിട്ട് മാറുക. ഏതെങ്കിലും ആപത്ത് വന്നതിന് ശേഷം നീതിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നതിന് പകരം നേരത്തെ തന്നെ ബോധവൽക്കരണം നടത്തുന്നതല്ലേ നല്ലത്. റോഡ് സേഫ്റ്റിയെക്കുറിച്ചൊക്കെയുള്ള ധാരാളം ബോധവൽക്കരണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ശരീരത്തെ എങ്ങനെ സുരക്ഷിതമായി സൂക്ഷിക്കാം എന്നതിനെക്കുറിച്ച് അധികം ബോധവൽക്കരണമൊന്നും നമ്മൾ കേൾക്കാറില്ല. ആർക്കാണ് ഇത് ആവശ്യമുള്ളത്? കുട്ടികളുടെ വളർച്ചയുടെ വഴിത്താരയിൽ ഇത് സംഭവിച്ചിരിക്കണം. ഒരു കാര്യം കണ്ടീഷൻ ചെയ്തെടുക്കുക അല്ലെങ്കിൽ പരിശീലിപ്പിച്ചെടുക്കാൻ ഏറ്റവും പറ്റിയ പ്രായം എന്ന് പറയുന്നത് കുട്ടിക്കാലമാണ്. ഈ കാലഘട്ടത്തിൽ വളരുന്ന പല കുട്ടികൾക്കും പേരൻസിൻ്റെ കെയറിങ് കാര്യമായി കിട്ടാറില്ല. അവരുടെ തിരക്കേറിയ ജീവിതശൈലി തന്നെയാണ് ഇതിന് കാരണമാകുന്നത്. പലപ്പോഴും ഗ്രാൻഡ് പേരൻസിൻ്റെ സംരക്ഷണയിലായിരിക്കും കുട്ടികളുണ്ടാവുക. ഒരു തലമുറയിലെ കുട്ടികളെ വളർത്തിയ ശേഷം വിശ്രമിക്കേണ്ട സമയത്ത് അടുത്ത തലമുറയിലെ കുട്ടികളെ വളർത്തുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ ഒരു ഉത്തരവാദിത്വമാണ്. തന്നെയുമല്ല, പുതിയ തലമുറയിൽ മാറിവന്ന കൾച്ചറിലുണ്ടായ മാറ്റങ്ങൾ, ചിന്താശൈലിയിലുണ്ടായ മാറ്റങ്ങൾ, വളരെ വേഗത്തിൽ ഇൻഫോർമേഷൻ പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെ പരിഗണിക്കുമ്പോൾ ഇളം തലമുറയെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പഴയ കാലത്തിൽ നിന്നും വ്യത്യസ്തമായി വളരുന്ന കുട്ടിക്ക് അവനവൻ്റെ ശരീരത്തെ സ്നേഹിക്കാനും റെസ്പെക്റ്റ് ചെയ്യാനും ചെറുപ്പത്തിലെ പരിശീലനം കൊടുത്തേ മതിയാവും. ഏത് ഇൻഫോർമേഷൻസും അവരുടെ വിരൽത്തുമ്പിൽ ലഭ്യമായതുകൊണ്ട് പക്വതയില്ലാതെ അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അവർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കാനിടയാക്കും. എല്ലാം പരീക്ഷിച്ച് നോക്കുന്ന ഇളം തലമുറയ്ക്ക് മുതിർന്നവർ കൈത്താങ്ങാവേണ്ടതുണ്ട്. കുട്ടി ആണായാലും പെണ്ണായാലും ഗുഡ് ടച്ച് ഓർ ബാഡ് ടച്ച് അതെന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതായത് അവരെ അത് കണ്ടീഷൻ ചെയ്യിപ്പിച്ചെടുക്കണം. നല്ല സ്പർശനം, തെറ്റായ സ്പർശനം പറഞ്ഞു കൊടുക്കുന്നതിന് മാതാപിതാക്കൾ മടി വിചാരിക്കരുത്. കുട്ടിയുടെ പ്രായത്തിന് യോജിച്ച ഭാഷയിൽ വളരെ ലളിതമായ രീതിയിൽ അവരോട് സംസാരിക്കണം. ഒട്ടും ഭയപ്പെടുത്താതെ കൃത്യമായും വ്യക്തമായും സത്യസന്ധമായിട്ടുമായിരിക്കണം അത് പറഞ്ഞു കൊടുക്കേണ്ടത്. ആദ്യമായിട്ട് ബോഡി പാർട്സ് അഥവാ ശരീരഭാഗങ്ങളുടെ പേരുകൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഞാൻ ഇത്ര സില്ലിയായിട്ട് സംസാരിക്കുന്ന എന്തേന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ പല മുതിർന്നവർക്കും അവനവൻ്റെ ബോഡി, പ്രൈവറ്റ് പാർട്സ്, അതിൻ്റെ പേരുകൾ കൃത്യമായി പറയുന്നതിന് മടിയുണ്ട്. ഡോക്ടറുടെ അടുത്ത് പോലും ലോക്കലായിട്ട് ഉപയോഗിക്കുന്ന ചില സൂചനകളാണ് പറയാറുള്ളത്. പോക്സോ കേസുകളുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ്. ആൺകുട്ടികൾ പോലും ഇരയാക്കപ്പെടുന്ന കാലമാണിത്. ആരും സുരക്ഷിതരല്ലാത്ത ഒരു കാലമാണോ എന്ന് തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ എവിടെ പിഴച്ചു എന്ന് ചിന്തിക്കുക. ഇത് നിന്റെ ശരീരം, നീയാണ് ഇതിൻ്റെ ഉടമ എന്ന ആശയമാണ് കുട്ടികൾക്ക് നാം പറഞ്ഞു കൊടുക്കേണ്ടത്. എങ്ങനെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും എന്ന ആശങ്ക അമ്മയ്ക്കുമുണ്ട്, അച്ഛനുമുണ്ട്. അറിവില്ല എന്ന് പറയാൻ കഴിയാത്തതുകൊണ്ട് ചിലർ ഉരുണ്ട് കളിച്ച് സംസാരിക്കാറുമുണ്ട്. പക്ഷേ ഇതൊരു പോരായ്മയാണെന്ന് തിരിച്ചറിയുക. ഉടുപ്പിനുള്ളിൽ മറിഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ സ്വകാര്യ ഭാഗങ്ങളാണ്. അവിടെ സ്വന്തം അനുവാദമില്ലാതെ മറ്റൊരാൾക്ക് സ്പർശിക്കാനോ കാണാനോ അനുവാദമില്ല. ഡോക്ടറുടെ അടുത്ത് അച്ഛൻ്റെയോ അമ്മയുടെയോ സാന്നിധ്യത്തിൽ വളരെ അത്യാവശ്യമായ സന്ദർഭങ്ങളിൽ ഇത് അനുവദനീയമാണ്. സ്നേഹത്തോടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ കെട്ടിപ്പിടിക്കുന്നത് തെറ്റല്ല. അവരുടെ വാത്സല്യ പ്രകടനങ്ങൾ നല്ലതാണ്. കുട്ടിക്ക് അസ്വസ്ഥത, പേടി, ലജ്ജ ഇവ തോന്നിപ്പിക്കുന്ന സ്പർശനങ്ങൾ തികച്ചും തെറ്റാണ്. സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുന്നത് നിനക്കിഷ്ടമില്ല എങ്കിൽ അത് തെറ്റായ സ്പർശനമാണ്. ഇനി വീണ് പരിക്കേൽക്കുമ്പോൾ കൈ പിടിക്കുന്നത്, അഭിനന്ദനത്തിനായി തലയിൽ തലോടുന്നത്, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത്, ഇതൊന്നും തെറ്റല്ല. അതൊക്കെ നല്ല സ്നേഹപ്രകടനങ്ങളാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. കുറച്ച് വളർന്നു കഴിയുമ്പോൾ പറയാം, അല്ലെങ്കിൽ അവർ തനിയെ പഠിച്ചുകൊള്ളും എന്ന് വിചാരിക്കരുത്. ടീനേജേഴ്സിനോട് നമ്മളിതൊക്കെ പറയുമ്പോൾ കെട്ടിപ്പിടിക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം, ഉമ്മ വെച്ചാൽ എന്താണ് പ്രശ്നം എന്ന് നമ്മളോട് തിരിച്ച് ചോദിച്ചേക്കാം. അതുകൊണ്ട് കതിരെ കൊണ്ടേ വളം വയ്ക്കാതിരിക്കുകയാണ് നല്ലത്. ഇനി ഇത്തരം സന്ദർഭങ്ങളിൽ നോ എന്ന് ഉറക്കെ പറയാൻ പഠിപ്പിക്കുക. മാറി നിൽക്കാം, ഓടിപ്പോകാം, സഹായത്തിനായി മറ്റുള്ളവരെ വിളിക്കാം. ഇതെല്ലാം സുരക്ഷിതത്വമാണ്. എന്നാൽ ഇത് ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിൽ ഇത്തരം കാര്യങ്ങൾ വർക്കൗട്ട് ആകണമെന്നില്ല. അതുകൊണ്ടാണ് ആൺപെൺ വ്യത്യാസമില്ലാതെ ഇത്തരം ഒരു കൾച്ചർ പരിശീലിപ്പിച്ചെടുക്കണമെന്ന് പറയുന്നതിന് കാരണം.
ആൺകുട്ടികൾ പെൺകുട്ടികളോട് ഇടപഴകുമ്പോഴും പെൺകുട്ടികൾ ആൺകുട്ടികളോട് ഇടപഴകുമ്പോഴും മ്യൂച്വൽ റെസ്പെക്റ്റ് ആവശ്യമാണ്. റെസ്പെക്റ്റ് എന്ന് പറയുന്നത് പരസ്പരം മാനിക്കലാണ്, അംഗീകരിക്കലാണ്. അല്ലാതെ അടിമകളെ പോലെ കാണുമ്പോൾ തൊഴുതു നിൽക്കുന്നതല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഈ പരസ്പര ബഹുമാനത്തിൽ അവർ വളരുമ്പോൾ അവർക്ക് മാന്യമായിട്ട് പെരുമാറാൻ സാധിക്കും, മാന്യമായ ഒരു അകലം പാലിക്കുന്നതിനും സാധിക്കും. അല്ലാതെ എല്ലാം പ്രശ്നമാണെന്ന് കരുതി അടച്ചുപൂട്ടി വളർത്തുകയല്ല ചെയ്യേണ്ടത്. സമൂഹത്തിലേക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതിന് ശേഷം അവരെ ധീരതയോടെ വളരാനായിട്ട് അനുവദിക്കുക. ഇനി ഇത് കുട്ടികളെ പറഞ്ഞ് പരിശീലിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അവർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ അവർക്ക് വിശ്വസിക്കാവുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഉദാഹരണത്തിന് അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, അപ്പൂപ്പൻ, അമ്മൂമ്മ, അധ്യാപകർ, ഇവരോടൊക്കെ കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക. അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ പറയാനായിട്ട് നമ്മളെ സമീപിക്കുമ്പോൾ അവരോട് വഴക്ക് പറയുകയോ കുറ്റപ്പെടുത്തുകയോ ഒഴിഞ്ഞു മാറുകയോ ചെയ്യരുത്. അങ്ങനെയായാൽ അവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടും, അവരിൽ തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെടാനിടയാവും. പകരം ശാന്തമായി കേൾക്കുക, പറയാൻ പ്രോത്സാഹിപ്പിക്കുക, അവരെ ചേർത്ത് പിടിക്കുക. ഇത് ഒരു പ്രാവശ്യം പറയേണ്ട ഒരു കാര്യമല്ല, തുടർച്ചയായിട്ടുള്ള ഒരു സംഭാഷണ രീതിയാക്കി മാറ്റണം. വളരുന്ന പ്രായത്തിനനുസരിച്ച് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമാകാനായിട്ട് എളുപ്പമാകും. അല്ലാതെ നീ ഇതൊന്നും അറിയണ്ട എന്ന് കരുതി അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നതിന് തുല്യമാവും. അങ്ങനെ ചിന്തയിലും പ്രവൃത്തിയിലും ആണായാലും പെണ്ണായാലും ധീരതയോടെ വളരണം. സ്വന്തം ശരീരം സുരക്ഷിതമാണെന്ന് തോന്നുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതാണ് ഏറ്റവും വലിയ സംരക്ഷണം. എല്ലാവർക്കും ശാന്തി സമാധാനം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.